മാന്യപ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളെല്ലാവരും ഇഷ്ടത്തോടെ അതല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെയൊക്കെ കണ്ടിരുന്ന ഒരു ചങ്ങാതി തന്നെ, ഒരു പയ്യനായിരുന്നു കടൽ മച്ചാൻ എന്ന് വിളിക്കുന്ന ആ ഒരു പയ്യനും ആ പയ്യന്റെ അമ്മയും ഒക്കെ. പക്ഷെ അവരെ കൃത്യമായിട്ടും അവരാരാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അവരുടെ യഥാർത്ഥത്തിലുള്ള പേരെന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ആ ചെറുക്കനും അവന്റെ അമ്മയും ഒക്കെ കടൽ തീരത്തൂടെയൊക്കെ മീനിന്റെ പരിപാടികളും അതൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഞാനും കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും കടൽ മച്ചാൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് അവരുടെ രൂപമൊക്കെ പെട്ടെന്ന് വരുമായിരുന്നു. പക്ഷേ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സൂരജ് പാലക്കാരൻ, സൂരജ് ഏട്ടൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാനും എന്റെയും ശ്രദ്ധയിൽപ്പെട്ടു. അത് ഒലിവിയ എന്ന് പറയുന്ന വലിയൊരു ടെക്സ്റ്റൈൽ സാമ്രാജ്യമാണെന്ന് തോന്നുന്നു. അതിൽ 10-23 പെൺകുട്ടികളെ, നിർധനരായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് അതിൽ ജോലി എടുക്കുക, രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി എടുക്കുക, എന്നിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക, വളരെ ക്രൂരതയോടുകൂടി പെരുമാറുന്ന അതിന്റെ മുതലാളിച്ചയെയും മുതലാളിയെയും ഒക്കെ കൃത്യമായിട്ടും സൂരജ് പാലക്കാരൻ, സൂരജ് ഏട്ടൻ അത് വെളിച്ചത്ത് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഈ സൂരജ് ഏട്ടനും ഞാനും തമ്മിൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് എന്നെ കൃത്യമായിട്ടും വിളിച്ചിട്ട് ബൈജു, അനിയ എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഈ ചാനലിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് എന്നെ ഒന്ന് വിളിക്കാമോ എന്ന് പറഞ്ഞിട്ട് ഓഡിയോ ഇട്ടിട്ട് ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. എന്റെ പേഴ്സണൽ നമ്പറിൽ നിന്ന് തിരിച്ചു വിളിച്ചു. അങ്ങനെ സംസാരിച്ച് വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സൂരജേട്ടൻ. അതുകൊണ്ട് തന്നെ സൂരജേട്ടന്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സൂരജേട്ടനെ ഒന്ന് അഭിനന്ദിക്കണം എന്ന് തോന്നി. കാരണം സൂരജേട്ടന്റെ ഒരു രീതിയൊക്കെ എന്റെ രീതിയിലേക്കൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം ആരെയും ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ ചെറ്റേ എന്ന് മുഖത്ത് നോക്കി വിളിക്കാനുള്ള ആ ഒരു തന്റെ ഇടം, അതല്ല ആ ഒരു തോന്നൽ എനിക്ക് വന്നിട്ടുള്ള സത്യത്തിൽ സൂരജേട്ടന്റെ ഒക്കെ ആ വീഡിയോ കണ്ട് അങ്ങനെ നമ്മൾ ശീലിച്ചത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പച്ചയായ സത്യങ്ങൾ അത് സത്യമായി തന്നെ വിളിച്ചു പറയുന്ന, ആർക്കും അങ്ങനെ കണ്ട് വിലക്കെടുക്കാനൊന്നും പറ്റാത്ത ഒരു വ്യക്തിത്വമായിട്ടുള്ള സൂരജേട്ടനെ വിലക്കെടുക്കാൻ വേണ്ടി ഈ പറയുന്ന കടൽ മച്ചാനും അവന്റെ ബാക്കിയുള്ള ശിങ്കിടികളും ഒക്കെ വന്ന സമയത്ത് സൂരജേട്ടൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അതിൽ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അത് കേൾക്കേണ്ടത് തന്നെയാണ്. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ചില മുഖമൂടികളുണ്ടല്ലോ, അത് അഴിഞ്ഞ് വീഴേണ്ടത് തന്നെയാണ്. ഈ കടലിനെയും കടലിന്റെ മക്കളെയും വിറ്റു ജീവിതം തുടങ്ങിയ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ, ഒരു കൊച്ചുമോൻ, ഒരുതൻ എന്നെ ഇന്നലെ ഒന്ന് വിളിച്ചിരുന്നു. എന്നെ വിളിച്ചൊരു കോള് ഓട്ടോമാറ്റിക് ഈ ഫോണിൽ റെക്കോർഡായി. രാവിലെയാണ് അത് കേട്ടത്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കേൾക്കണം കേട്ടോ. അത് ഞാൻ കേൾപ്പിക്കണ്ട എന്ന് കരുതിയതാണ്, എങ്കിലും നിങ്ങളൊന്ന് കേട്ടേ പറ്റൂ. ഹലോ, നമസ്കാരം. നമസ്കാരം. സുരേഷ് സാറല്ലേ? ആരാണ് സാറേ? ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രി അണ്ണ കടൽ മച്ചാനാണ്. നല്ലൊരു തെറി കിട്ടിയപ്പോ അവൻ കടൽ മച്ചാനാന്ന് പറഞ്ഞു. സൂരജേട്ടൻ തിരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസാന്ന് രാവിലെ തന്നെ വിളിച്ചിട്ട് അവന്റെ ആ ഒരു ഓഞ്ഞ ചിരിയും ചിരിച്ച് പറഞ്ഞ സമയത്ത് സൂരജേട്ടൻ നല്ലൊരു തെറി വിറ്റാക്കി. അതാണ് ടൂ എന്നുള്ള മ്യൂസിക് നമ്മൾ കേട്ടത്. ബാക്കി അപ്പൊ അവന്റെ പേര് പുറത്തു വന്നു, കടൽ മച്ചാനാണ് ചായ മച്ചാനെ എന്നിട്ട്. ആണോ? പിന്നെ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരിലെ കേസില്ലേ, മറ്റേ ഒലീവിയയുടെ എന്തോ വീഡിയോ ചെയ്തിട്ടില്ലേ? അതെന്തുവായിരുന്നു സംഭവം? എന്നോടാണ് ചോദിക്കുന്നത്. അല്ല, അണ്ണൻ വീഡിയോ ഒന്നും കിട്ടില്ല റിലേറ്റ് ചെയ്തിട്ട്. നീ എന്തിനാ വിളിച്ചെന്ന് പറ. അല്ല, അതെ, നമ്മുടെ ഒരു ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. അത് നീയേ നീ എന്തിന്റെ പേരിലടാ എന്നെ വിളിച്ചേ? ഞാൻ അണ്ണനുമായിട്ടുള്ള എന്റെ സൗഹൃദത്തിന്റെ നീ വിളിച്ചത് അതാ റൂട്ട് ശരിയല്ലോടാ മക്കളെ. ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യമെന്ന്. കാണാൻ പറ്റുമോ നേരിട്ട് നാളെ? അതായത് ഈ ഒലിവിയ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ ആ ചെറ്റത്തരങ്ങൾ, തെണ്ടിത്തരങ്ങൾ, നാറിത്തരങ്ങൾ, സിബി എന്ന് പറയുന്ന ഒരു സാധനം ആണാണോ വേണ്ടാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാമാനം, ആ സാമാനത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇവനെന്തോ സംഭവമാണെന്ന് കരുതി സൂരജേട്ടനെ വിലക്കെടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത്. ഇത് 5 ദിവസത്തോളമായി സൂരജേട്ടന്റെ ചാനലിൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട്. പക്ഷെ ഞാനിത് ഇപ്പൊ പറയാൻ കാരണം, ഞാനിത് ഈ വിഷയത്തിൽ നമ്മളൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കാരണം സൂരജേട്ടൻ തന്നെ കൃത്യമായിട്ട് തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ കൈ കടത്തേണ്ട എന്ന് കരുതിയിരുന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഈ ചങ്ങാതി ഉണ്ടല്ലോ, ഈ കടൽ മച്ചാന്റെ ഒരു കുഞ്ഞു വീഡിയോ, എനിക്ക് തോന്നുന്നു കുറച്ച് സെക്കൻഡുകൾ, ഒരു 17-20 സെക്കൻഡുള്ള ഒരു കുഞ്ഞു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ ഭാഗം ഒന്ന് കേൾക്കേണ്ടതുണ്ട്. ഞാനത് കാണിച്ചും തരാം. ആദ്യം ഒന്ന് കേൾക്കാം നമുക്കത് നോക്കിയിട്ട്, എന്നിട്ട് അതിന്റെ ഭാഗം ഞാൻ കാണിച്ചും തരാം. ഭയങ്കര ഒരു ക്രിസ്തീയ ഭക്തനോടാട്ടോ, ഭയങ്കരമായിട്ട്. ഞാനൊരു ഹിന്ദു മതത്തിലാ ജനിച്ചെങ്കിലും ഒരു ദൈവത്തിന് എന്ത് പ്രശ്നം വന്നാലും ആദ്യം വിളിക്കുന്ന കർത്താവിന് എന്താന്ന് അറിയത്തില്ല. കർത്താവായതുകൊണ്ടായിരിക്കും. മാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുരിശൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ക്രിസ്തീയ ഭക്തനോടാട്ടോ, ഭയങ്കരമായിട്ട്. ഞാനൊരു ഹിന്ദു മതത്തിലാ ജനിച്ചെങ്കിലും
ഒരു ദൈവത്തിന് എന്ത് പ്രശ്നം വന്നാലും ആദ്യം വിളിക്കുന്ന കർത്താവിന് എന്താണെന്നറിയത്തില്ല. അപ്പൊ എനിക്കൊരു അച്ഛൻ തന്നെയാ ഈ ഒരു മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കുരിശൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ക്രിസ്തീയ ഭക്തനൂടാ കേട്ടോ. ഭയങ്കരമായിട്ട് ഞാനൊരു ഹിന്ദുമതത്തിലാ ജനിച്ചെങ്കിലും. അതായത് ഇവൻ പറയുകയാണ് ഇവൻ ഹിന്ദു മതം. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇനി ചിലരൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ. മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുരിശൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ക്രിസ്തീയ ഭക്തനൂടാ കേട്ടോ. ഭയങ്കരമായിട്ട് ഞാനൊരു ഹിന്ദുമതത്തിലാ ജനിച്ചെങ്കിലും ഒരു ദൈവത്തിന് എന്ത് പ്രശ്നം വന്നാലും ആദ്യം വിളിക്കുന്ന കർത്താവിന് എന്താണെന്നറിയത്തില്ല. അപ്പൊ കണ്ടില്ലേ, ഇത് ഇവന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു 16-17 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഇവൻ പറയുകയാണ്, ഞാൻ ഹിന്ദു മതത്തിലാണ് ജനിച്ചത്, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിളിക്കുക കർത്താവിനെയാണ്. ഞാനൊരു ക്രിസ്തുമത അത്ര കണ്ട് ഭയങ്കര ഭക്തനാണ്, പക്ഷെ ഞാൻ ജനിച്ചത് എവിടെയാണ്? ഹിന്ദു മതത്തിലാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഹിന്ദു മതം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അത് മതമല്ല, അത് സംസ്കാരമാണ് എന്ന രീതിയിലൊക്കെ നമ്മളും പറയാറുണ്ട്. പക്ഷെ ഹിന്ദു മതമായിക്കോട്ടെ, കാരണം ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു മതം, അതുപോലെ തന്നെ ഏതാണ് വിഭാഗം എന്നുള്ളതൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത് സംസ്കാരമാണോ വിഭാഗമാണോ മതമാണോ എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം. എന്നാലും ഹിന്ദുക്കൾ എന്ന് മൊത്തത്തിൽ പറയും. ഹിന്ദുവായി ജീവിക്കുന്ന ഓരോ മനുഷ്യർ, അതല്ലെങ്കിൽ ജനിച്ചിട്ടുള്ള ഓരോ മനുഷ്യന്മാരും അവര് ആ സമുദായത്തെ ചവിട്ടി അരയ്ക്കുന്ന ഒരു പ്രവണത ഈ കേരളത്തിൽ ഒന്നടങ്കം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവനൊരു ഹിന്ദു ആണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും? അവനെ സംഗീ ചാപ്പ കുത്തിക്കൊണ്ട്, അവനെ ചാണകം വിതറിക്കൊണ്ട്, അവന് പേരുദോഷം ചാർത്തി കൊടുത്തുകൊണ്ട്, സത്യങ്ങൾ വിളിച്ചു പറയുന്ന, അതല്ലെങ്കിൽ ഗംഭീരമായിട്ട് ജീവിച്ചു പോകുന്ന നല്ല മനുഷ്യന്മാർക്ക് വെച്ച് ആർത്തി കൊടുക്കുന്ന ഒരു പദവിയാണല്ലോ ഇപ്പൊ സംഗീ ചാണകം എന്നൊക്കെ. അതുകൊണ്ട് എന്താ അറിയില്ല, ഇവൻ പറയുകയാണ്, ഞാനൊരു ഹിന്ദു ആയിട്ടാണ് ജനിച്ചത്, പക്ഷെ എനിക്ക് ഇഷ്ടം, ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്തു മതത്തിലാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ടും ഈ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഈ നാറി ഉണ്ടല്ലോ, ഈ നാറി കൂട്ടിക്കൊടുത്തത് ഇപ്പൊ നമ്മുടെ സൂര്യചേട്ടൻ പറയുന്ന പോലെ ഇവൻ ഒലീവിയക്കാരന് ഊമ്പിക്കൊടുത്ത് കൂട്ടിക്കൊടുത്തെന്ന് പച്ചയ്ക്ക് തന്നെയാണ് സൂര്യചേട്ടൻ പറയുന്നത്. അതേ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ നാറി ജനിച്ച സംസ്കാരം, ജനിച്ച മതമുണ്ടല്ലോ, അവന്റെ തന്തയും തള്ളയും എന്തായാലും ഹിന്ദുക്കളായതുകൊണ്ടായിരിക്കുമല്ലോ ഇവന് ഹിന്ദു മതത്തിൽ ജനിച്ചത്. അപ്പോ അവരെ പോലും ആ രീതിയിലേക്ക്, ഇപ്പൊ സൂര്യചേട്ടന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡാഷ് ആക്കി കൊടുത്തവനാണോ ഇവനെന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ഇവന്റെ ഈ സംസാരം ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട്. ഒന്ന് കേട്ടു നോക്കാം. ഭയങ്കര ഒരു ക്രിസ്തീയ ഭക്തനൂടാ കേട്ടോ. ഭയങ്കരമായിട്ട് ഞാനൊരു ഹിന്ദുമതത്തിലാ ജനിച്ചെങ്കിലും ഒരു ദൈവത്തിന് എന്ത് പ്രശ്നം വന്നാലും ആദ്യം വിളിക്കുന്ന കർത്താവിന് എന്താണെന്നറിയത്തില്ല. അപ്പൊ എനിക്കൊരു അച്ഛൻ തന്നെയാ ഈ ഒരു മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കുരിശൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ക്രിസ്തീയ ഭക്തനൂടാ കേട്ടോ. ഭയങ്കരമായിട്ട് ഞാനൊരു ഹിന്ദുമതത്തിലാ ജനിച്ചെങ്കിലും ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവൻ കടൽ മച്ചാൻ എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൂണ്ട് വിളയാടി. ഇവനെ പറ്റി ഇപ്പൊ ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് അറിയാൻ പറ്റിയത്, കടൽ മീൻ എന്നും പറഞ്ഞുകൊണ്ട് കരയിൽ കാണിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ മീൻ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങുന്ന മീൻ, എന്നിട്ട് അതിനെ ചൂണ്ടയിൽ കോർത്തിട്ട് കടലിലേക്ക് ഇടുക, എന്നിട്ട് വലിച്ചങ്ങോട്ട് കയറ്റുമ്പോൾ മാത്രം അത് ചൂണ്ടയിൽ കുരുങ്ങി വലിച്ചെടുക്കുന്ന പോലെ, എന്നിട്ട് അതിന്റെ ഫുഡ് ഉണ്ടാക്കി എന്തൊക്കെയാണ് ഇവന്റെ വ്ളോഗ് ഞാൻ കാണാറൊന്നുമില്ല ഇതുപോലെ. അവന്റെ അമ്മയും കൂടെ കൂടിയിട്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങൾ, ദുബായിലും മറ്റുള്ള UAE പല എമിറേറ്റ്സുകളിലൊക്കെ പോയിട്ട് വലിയ വലിയ പരസ്യങ്ങളൊക്കെ ചെയ്തതാണ് ഞാൻ 1-2 വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ഇവന്റെ വ്ളോഗ് ഞാൻ കണ്ടിട്ടില്ല. ഇവൻ ഈ ഫിഷ് പിടിക്കണം, മീൻ പിടിക്കണം. അപ്പൊ പലരും പറയുന്നത് കേട്ടു, കടലില് മീനെ ഈ ചൂണ്ടയിൽ കൊരുത്ത് കൊണ്ടുപോയിട്ട് എന്നിട്ട് അത് വലിച്ചു പൊക്കുക, എന്നിട്ട് ഡയലോഗ് അടിക്കുക ഇവന്റെ അമ്മയും കൂടെ കൂടിയിട്ട്. സത്യത്തിൽ ഇവന്റെ ആ അമ്മയൊക്കെയാണ് സത്യത്തിൽ നാണിക്കേണ്ടത്. കാരണം ആ അമ്മയുടെ ഭർത്താവ്, അതല്ലെങ്കിൽ ഇവന്റെ അച്ഛൻ എന്തായാലും ഒരു ഹിന്ദു ആവുമല്ലോ. ഈ അമ്മ ഹിന്ദു ആണോ അച്ഛൻ ഹിന്ദു ആണോ, അതല്ലെങ്കിൽ രണ്ടുപേരും ഹിന്ദുക്കളല്ല, ഇനി ക്രിസ്ത്യാനികളാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവരെ കൂടിയാണ് അവൻ ഊമ്പിച്ചത് എന്ന് പറയേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ പറയാൻ പാടില്ല. അവൻ ജനിച്ചത് ഹിന്ദു കുലത്തിലാണെങ്കിൽ അവനൊരു ക്രിസ്ത്യാനി ഭക്തനായിക്കോട്ടെ. നമ്മൾക്കൊക്കെ ഇപ്പൊ യേശുദേവനായാലും കർത്താവിനായാലും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മൾ പള്ളിയിലച്ചന്മാരോട് നമ്മൾ അങ്ങോട്ടും അവരിങ്ങോട്ടൊക്കെ പറയാറുണ്ട്. അതിലൊന്നും ബുദ്ധിമുട്ടുള്ള ആളുകളല്ല നമ്മൾ. പക്ഷെ ഞമ്മന്റെ ആളുകളോട് ഞമ്മൻ പറയാറില്ല. കാരണം ഞമ്മന്റെ ദൈവം മാത്രമാണ് ഞമ്മൻ എന്ന് പറയുന്നവരോട് ഞാൻ പറയാറില്ല. പക്ഷെ അത്രയ്ക്കാണ് തീവ്രത ഇല്ലാത്തവരാണ് എന്ന് നമ്മളെ കാണിക്കുന്ന ആളുകളോട് നമ്മൾ ആ കാര്യത്തിൽ ഇടപെടാറുണ്ട്. പക്ഷെ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ജിഹാദികളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ഈ മതം മാറ്റം മാഫിയ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മാഫിയ, പെന്തിക്കോസ് മാഫിയ, അതല്ലെങ്കിൽ പാൽപ്പൊടിയും അരിയുമായി വീട് കയറിക്കൊണ്ട്, മല കയറിക്കൊണ്ട് അവിടെ പാവം പിടിച്ച ആളുകളെ മതം മാറ്റുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഇവരാണ് എന്നൊക്കെ നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തി സാറൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് തർക്കിക്കാറുണ്ട്. എൻ്റെ അടുത്ത് പലതും പറയാറുണ്ട്. വിദ്യാസാഗർ ഗുരുമൂർത്തി സാർ പറയുന്ന ഭാഷയിലാണെങ്കിലും, ബൈജുജി നിങ്ങൾ ഇസ്ലാമിക ജിഹാദികൾക്ക്, ഭീകരന്മാർക്കെതിരെ ഒരു വാക്ക് പറയുന്ന പോലെ ഒരു വാക്ക് ക്രിസ്തീയ ഭീകരർക്കെതിരെ പറയുന്നത് എൻ്റെ അടുത്ത് തർക്കിക്കാറുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്. കാരണം
ഇവിടെ മുസ്ലിം ഭീകരന്മാർ ലോകത്താകമാനം ഭീകരത വിതച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളുമായി തോളോട് തോൾ ചേർന്ന് മൃദു സമീപനത്തോടു കൂടി പോയാൽ മാത്രമേ ഇവിടുത്തെ കൊടും ഭീകര വർഗത്തെ നമുക്ക് നിലംപരിശാക്കാൻ പറ്റുകയുള്ളൂ. ആ രൂപത്തിലേക്ക് ഇവിടെ വളർന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് തർക്കിക്കാറുണ്ട്. എന്നിരുന്നാലും വിദ്യാസാഗർ ഗുരുമൂർത്തിയൊക്കെയുള്ള ഒരു വിഷമം ഈ ക്രിസ്തീയ മതപരിവർത്തകർക്കെതിരെ നമ്മളൊന്നും ശബ്ദിക്കാത്തത് തന്നെയാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ശബ്ദിക്കാതിരിക്കുക തന്നെയാണ്, അറിയാത്തത് കൊണ്ടല്ല. കാരണം നമ്മൾക്കറിയാം അട്ടപ്പാടി മേഖല അല്ലെങ്കിൽ നിലമ്പൂരിന്റെ ആദിവാസി മേഖലകളിലൊക്കെ കൃത്യമായിട്ട് ഇവരുടെ സ്വാധീനം നമ്മൾക്കറിയാം. മതം മാറ്റ മാഫിയകളെ കുറിച്ച് നമ്മൾക്കറിയാം. നമ്മൾ മിണ്ടാതിരിക്കുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ടൊന്നും കണക്ക് കൂട്ടണ്ട. വേണമെന്നുണ്ടെങ്കിൽ ഈ അതിര് കടന്നു കഴിഞ്ഞാൽ നമ്മളത് പച്ചയ്ക്ക് വിളിച്ചു പറയും എന്നുള്ളത് ഈ മതം മാറ്റത്തിന് വേണ്ടി നടക്കുന്ന ഭീകരവർഗത്തോട്, അത് ക്രിസ്തീയ മുസ്ലിം ആണെങ്കിലും അവരോട് പറയാതിരിക്കാനാവില്ല. എന്തായാലും കടൽ മച്ചാന്റെ തനി രൂപമാണ് പുറത്തു വന്നത്. അവൻ ഹിന്ദു കുലത്തിൽ സംസ്കാരത്തിൽ ജനിച്ചു, ഹിന്ദു മതത്തിൽ ജനിച്ചു. പക്ഷെ അവന്റെ അച്ഛനെയും അമ്മേനെ അവന് സമ്മതിക്കാൻ പറ്റില്ല. അവൻ ഇഷ്ടം എന്താണ്? കുഞ്ഞാടുകളോടാണ്. ഈശോ അതൊന്നും നമ്മൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഹിന്ദുക്കളായി ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് അവന്റെ ഒരു പ്രൊമോഷന് വേണ്ടി, അതായത് ക്രിസ്തീയ മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ സംഭവമായി മാറുമെന്നൊരു പ്രൊമോഷൻ കൂടി ഇവൻ ഇതിലൂടെ അർത്ഥമാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒലിവിയ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് കാണിച്ച ചെറ്റത്തരത്തിന് കുട പിടിച്ചുകൊണ്ട് സൂരജേട്ടന് വിലയിട്ടുകൊണ്ട് സൂരജേട്ടനെ വിളിച്ച ആ ഓഡിയോ സംഭാഷണം കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും ഈ നാറിയെ കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാമെന്ന് ഇവിടെ എനിക്ക് കൂടി പറയാനുണ്ട്. അത് മാത്രമാണ് ഇവൻ ഹിന്ദു കുലത്തിൽ ജനിച്ചത് കൊണ്ട് ഹിന്ദു ആവുന്നില്ല. ആ സംസ്കാരം പാലിക്കാൻ, ആ സംസ്കാരം അല്പമെങ്കിലും തന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നവനാണ് ഹിന്ദു. അല്ലാതെ അയ്യപ്പനും ശങ്കരനും ആയതുകൊണ്ട് ഹിന്ദു ആവുന്നില്ല. അവൻ ആ സംസ്കാരത്തിൽ അതിൽ അടിയുറച്ചു നിൽക്കണം. അതല്ലേ അപ്പുറത്ത് കാണുന്നവനെ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ച് ശീലിക്കുന്നവർക്ക് ഉള്ളതല്ല ഹിന്ദു സംസ്കാരം. അതുകൊണ്ട് ഇവനെ പോലത്തെ ആളുകളൊക്കെ നമ്മുടെ ഈ സംസ്കാരത്തിൽ നിൽക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. കാരണം ഒലീവിയ ഗ്രൂപ്പുകാർക്കൊക്കെ ഊമ്പിക്കൊടുത്ത് ആ സംസ്കാരത്തെ പോലും ഒറ്റുകൊടുത്ത് ഈ ന്യായം പറയുന്ന, സത്യം പറയുന്ന, ധർമ്മം പറയുന്ന ആളുകളെ വിലക്കെട്ടാൻ വേണ്ടി കൂട്ടിക്കൊടുപ്പാൻ ഒരു ഒരു മിഡിൽ നിന്നുകൊണ്ട്, മധ്യത്തിൽ നിന്നുകൊണ്ട് ഒറ്റുകൊടുക്കാൻ ഇറങ്ങുന്ന ഈ ഡാഷ്മോനെയൊക്കെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പറയുക? ഇവന്റെ യഥാർത്ഥ രൂപം ഇതാണ് എന്ന് കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. എന്തായാലും സൂരജേട്ടൻ കൊടുത്തത് കുറഞ്ഞു പോയി എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.